നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്താലും നമ്മൾ ആഗ്രഹിച്ച വിജയത്തിലേക്ക് എത്തില്ല. അതിൻ്റെ പ്രധാന കാരണം എന്തായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജി ആയിരിക്കാം അതിന് കാരണം. ഒരു ചെടി വളർത്താൻ നല്ല മണ്ണും വെള്ളവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരാൻ നല്ലൊരു സാഹചര്യം ആവശ്യമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ചുറ്റുമുള്ള ടോക്സിക് സാഹചര്യങ്ങളെ എങ്ങനെ തിരിച്ചറിയാമെന്നും അതിൽ നിന്ന് മോചിതരായി ഒരു പുതിയ ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നതുമാണ്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നെഗറ്റിവിറ്റിയെ തിരിച്ചറിയുന്നത് എങ്ങനെ? വിക്ടിം മെൻറ്റാലിറ്റി, എപ്പോഴും പരാതി പറയുന്നവർ, ഭാഗ്യത്തെയും വിധിയെയും കുറ്റപ്പെടുത്തി സമയം കളയുന്നവർ, ദി കോമ്പറ്റീറ്റേഴ്സ്, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം എന്തിലും ഏതിലും നിങ്ങളോട് മത്സരിക്കാനും താഴ്ത്തിക്കെട്ടാനും ശ്രമിക്കുന്നവർ. ഡിജിറ്റൽ നെഗറ്റിവിറ്റി, സോഷ്യൽ മീഡിയയിലെ വാർത്തകളും ട്രോളുകളും നമ്മുടെ മാനസികാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്നതനുസരിച്ചാണ് ഇതിരിക്കുന്നത്. സിംപ്ലി പറയുകയാണെങ്കിൽ, ഒരാളോട് സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ മാനസികമായിട്ട് തളർന്നു പോകാറുണ്ടോ? എങ്കിൽ അവിടെ നെഗറ്റിവിറ്റി ഉണ്ടാവാം. അതാണ് മനസ്സിലാക്കുന്നതിൻ്റെ ആദ്യ പടി. അതിരുകൾ നിർണ്ണയിക്കുന്നതിൻ്റെ കല, പ്രാക്ടിക്കൽ ബൗണ്ടറീസിൽ എടുത്തു പറയാനുള്ളത് ബന്ധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരം അവയെ എങ്ങനെ അകറ്റി നിർത്താം എന്നതിനെ പറ്റിയാണ്. അതിലാദ്യമേ പറയേണ്ടത് ഇമോഷണൽ ഡിസ്റ്റൻസ്. എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാതിരിക്കുക, പ്രത്യേകിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ. ടൈം മാനേജ്മെൻറ്റ്, നെഗറ്റീവ് ആളുകളുമായി ഇടപഴകുന്ന സമയം നേർപകുതിയാക്കുക. ദാറ്റ് ഓഫ് നോ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിർബന്ധമായി ഇടപെടാൻ ആവശ്യപ്പെടുമ്പോൾ മാന്യമായി നോ എന്ന് പറയുക. ചുരുക്കി പറഞ്ഞാൽ, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു പരാജയമാണ്. നിങ്ങളുടെ സമാധാനത്തിന് തടസ്സമാകുന്ന എന്തിനോടും നോ എന്ന് പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. പോസിറ്റീവ് ചുറ്റുപാട് നിർമ്മിക്കൽ, ബിൽഡിംഗ് ദ എക്കോസിസ്റ്റം. എവിടെ നിന്ന് നല്ല ആളുകളെ കണ്ടെത്താം? ഫൈൻഡ് മെൻറ്റേഴ്സ്, നിങ്ങളെക്കാൾ അറിവുള്ള, നിങ്ങളെ വളരാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തികളെ കണ്ടെത്തുക. ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി, ഒരേ താല്പര്യമുള്ള അംഗങ്ങളുടെ ഗ്രൂപ്പിൽ അംഗമാവുക, പ്രത്യേകിച്ച് നമ്മുടെ മൈൻഡ് സെറ്റുള്ള, നമ്മുടെ ഒരു വിഷൻസ് ഉള്ള ഒരു ഗ്രൂപ്പ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളും നമ്മൾ കേൾക്കുന്ന പാട്ടുകളും നമ്മൾ കാണുന്ന കാര്യങ്ങളും നമ്മളെ വളർച്ചയെ ഡയറക്റ്റായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നല്ല സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു നിക്ഷേപം പോലെയാണ്. മനസ്സിനെ പാകപ്പെടുത്തുക, ഇൻറ്റേർണൽ ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് പുറമേ ഉള്ള മാറ്റത്തേക്കാൾ ആന്തരികമായിട്ടുള്ള ഉള്ളിലുള്ള മാറ്റമാണ് ഏറ്റവും പ്രധാനം. ഡെയിലി റുട്ടീൻ, അത് രാവിലെ എഴുന്നേൽക്കുന്നതും പ്രഭാതത്തിലൊരു വായനയും തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവ് എനർജി നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന് അഫർമേഷൻസ്, എനിക്കിത് സാധിക്കും, ഞാൻ സന്തോഷവാനാണ് എന്നിങ്ങനെയുള്ള അഫർമേഷൻസ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അതും തീർച്ചയായിട്ടും മനസ്സ് പോസിറ്റീവായിട്ട് വയ്ക്കാൻ നമ്മളെ സഹായിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, ജീവിതത്തിൽ നമുക്കുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുക. ഇത് നെഗറ്റീവ് ചിന്തകളെ തീർച്ചയായിട്ടും കുറയ്ക്കാൻ സഹായിക്കും. ഫൈനലി പറയുകയാണെങ്കിൽ, ലോകത്തെ മാറ്റുന്നതിനേക്കാൾ എളുപ്പം നമ്മളെ തന്നെ സ്വയം മാറ്റുന്നതാണ്. നമ്മൾ മാറുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരോടുള്ള കാഴ്ചപ്പാട് മാറും. എടുത്തു പറയേണ്ട ഒരു കാര്യം, ജീവിതം ഒരു വലിയ യാത്രയാണ്. അനാവശ്യമായ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് ഈ യാത്ര പ്രയാസകരമാക്കരുത്. ഇന്ന് തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ഘടകങ്ങളെ മാറ്റാൻ ശ്രമിക്കൂ. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഏത് പോയിൻ്റാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ സഹായിക്കുക എന്ന് ദയവായിട്ട് കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക. നെഗറ്റീവ് അടിച്ച് നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ ഈ വീഡിയോ ദയവായിട്ടൊന്ന് അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോയ്ക്കായിട്ട് ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റോട് കാണുന്നവരെ, ദിസ് ഈസ് വിഷ്ണു സതീശൻ, സൈനിങ് ഓഫ്. ബൈ.